Good evening, all. Welcome to the online classes of EduFix Academy. ഇന്ന് നമ്മൾ പുതിയൊരു പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. BPCC 109 ഡെവലപ്മെന്റൽ സൈക്കോളജി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പേപ്പറിൽ നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്കൊരു ഓവർവ്യൂ ആണ് കിട്ടുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റൽ സൈക്കോളജിന്റെ ബേസിസിൽ ഒരുപാട് പേഴ്സ്പെക്റ്റീവ്സ് നോക്കാനുണ്ട്. പേഴ്സ്പെക്റ്റീവ്സ് ഇൻ ദ സെൻസ് നമുക്ക് നോക്കാനുള്ളത് ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഒരുപാട് ഇൻപുട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സൈക്കോ സോഷ്യൽ ആയിട്ടും അതുപോലെ തന്നെ സൈക്കോ ഡൈനാമിക് ആയിട്ട്, കോഗ്നിറ്റീവ് ആയിട്ട്, ഹ്യൂമനിസ്റ്റിക്, എത്തോളജിക്കൽ, എവല്യൂഷണറി, ബയോളജിക്കൽ, ലൈഫ് കോഴ്സ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്കൊരു യൂണിറ്റ് കൂടെ ഈ ബ്ലോക്ക് 1 വരും. അതാണ് സ്റ്റേജസ് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ബ്ലോക്ക് നമുക്കൊരു ഇൻട്രൊഡക്ടറി ഏരിയ പോലെയാണ് വരുന്നത്. സെക്കൻഡ് ബ്ലോക്കിൽ നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ വേരിയസ് ഡൊമൈൻസ് ആണ് നോക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കോഗ്നിറ്റീവ്, മോറൽ, സോഷ്യൽ ഒക്കെ പറഞ്ഞു അല്ലേ. അത് നമ്മൾ ഓരോന്ന് സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കിൽ പഠിക്കുന്നത്. അതിൽ നമുക്ക് യൂണിറ്റ് 6 to യൂണിറ്റ് 11 വരെ നമുക്ക് ബ്ലോക്ക് 2 വരുന്നത്. ബ്ലോക്ക് 3 പ്രാക്ടിക്കൽ ഇഷ്യൂസ് കുറച്ചുകൂടി ആപ്ലിക്കബിൾ ആയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജി പഠിക്കുന്നത്. സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്, സോഷ്യൽ പ്രോബ്ലംസ് ഇൻ സ്കൂൾസ്, പ്രോ സോഷ്യൽ ടെൻഡൻസീസ് ആൻഡ് ആന്റി സോഷ്യൽ ബിഹേവിയർ ഇൻ ചൈൽഡ്ഹുഡ്. ഇത്രയും യൂണിറ്റ്സ് 3 യൂണിറ്റ്സ് ആണ് നമുക്ക് അതിൽ നോക്കാനുള്ളത്. ബ്ലോക്ക് 4 വരുമ്പോഴേക്കും അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ നമ്മൾ അപ്ലൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ്, അതായത് ADHD നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ കണ്ടക്ട് ഡിസോർഡർ, ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസോർഡേഴ്സ്, ഓട്ടിസം എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു ടേം ആണ് അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ബ്ലോക്കിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു പേപ്പറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് സൈക്കോളജിനെ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഡെവലപ്മെന്റ് സൈക്കോളജി. ഈ പേപ്പറിൽ നമുക്ക് തിയറിറ്റിക്കൽ അല്ലാണ്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഒരു കൗൺസിലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ആ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ, ക്ലിനിക്കൽ ഇന്റർവ്യൂസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കാനുള്ള ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പേപ്പറിൽ പഠിക്കുന്ന ടോപ്പിക്സിൽ നിന്നായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പം കുറച്ചുകൂടി തിയറി വിട്ടിട്ടുള്ള കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് എല്ലാ പേപ്പേഴ്സിലും നമ്മൾ ഇൻട്രൊഡക്ടറി ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ച് ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ ഇതിലും അതുപോലെ തന്നെ ഓവർവ്യൂ ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ബ്ലോക്ക് 1. അതിൽ തന്നെ യൂണിറ്റ് 1 വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്. അപ്പം എല്ലാത്തിലും പോലെ തന്നെ ഒരു ഇൻട്രൊഡക്ടറി ഏരിയ ആയിരിക്കും അല്ലെ നമ്മുടെ യൂണിറ്റ് 1 വരിക. അപ്പൊ യൂണിറ്റ് 1 കുറച്ചുകൂടെ ഒരു ഹിസ്റ്ററിക്കൽ ആയിട്ട്, കുറച്ചുകൂടെ ഒരു തിയററ്റിക്കൽ ആയിട്ട് നമുക്ക് എന്നാൽ അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാനും പറ്റില്ല. നമ്മളൊരു കാര്യത്തിലേക്ക് വെറുതെ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ അല്ലെ. നമ്മൾ ഇനി വരുന്ന യൂണിറ്റ്സിലാണ് അതിന്റെ ഒരു ഡെപ്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ജമ്പ് ചെയ്യാതെ നമുക്കത് പതുക്കെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലണം. ഡെവലപ്മെന്റൽ സൈക്കോളജിയിലേക്ക് നമുക്ക് ഇറങ്ങി പോവേണ്ടതുണ്ട്. അപ്പൊ അതിന് കുറച്ചുകൂടെ നമുക്കൊന്ന് കേട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പറയുന്നുണ്ടാകുക. ഓക്കെ, അത്രക്ക് ഇൻട്രസ്റ്റിംഗ് ആവില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ഒന്നും അത്രക്ക് ഇൻട്രസ്റ്റിംഗ് ആവില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ പറയാണ്, കുറച്ചൊരു തിയററ്റിക്കൽ ആയിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ നോക്കാൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് നോക്കാനുള്ള ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് നോക്കുന്നുണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്സ് നമ്മൾ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡൊമൈൻസ് ഓഫ് ഡെവലപ്മെന്റ് നോക്കുന്നുണ്ട്, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ ഫീച്ചേഴ്സ് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി, അബ്നോർമൽ സൈക്കോളജി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രാഞ്ചാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. അപ്പൊ ഈ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നമ്മൾ അത് ഒരു പഠിക്കുന്ന മറ്റൊരു ഫീൽഡാണ് അല്ലേ. അപ്പൊ ആ ഒരു ഫീൽഡിൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, എന്തൊക്കെ മെത്തേഡ്സിലൂടെ നമുക്കത് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ,
ഓക്കെ, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് ചേഞ്ചസിലൂടെയാണ് ഒരു അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്നത് അല്ലേ? അപ്പൊ ഈ ചേഞ്ചസ് പഠിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫീൽഡാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഓക്കെ, lifespan developmental psychology is the field of psychology that examines both constancy and changes in human behavior across lifespan. Okay, നമുക്കറിയാം സൈക്കോളജി എന്താണ്? ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ അല്ലെ? മൈൻഡും ബിഹേവിയറും പഠിക്കുന്ന ഒരു ഫീൽഡാണ് സൈക്കോളജി. എന്നാൽ ഇത് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ടൈം അവിടെ മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ അക്രോസ് ലൈഫ് സ്പാൻ. ഓക്കെ, ഒരു ആള് ജനനം കൊണ്ട മുതൽ അത് അവരുടെ മരണം വരെ, ഇപ്പൊ ആ ആള് 6 വയസ്സിൽ മരിക്കുന്നു, 60 വയസ്സിൽ മരിക്കുന്നു, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ലൈഫ് സ്പാൻ എൻഡ് ചെയ്യുന്നത് വരെയുള്ള അവരുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ആണ് എന്ത് പഠിക്കുന്നത്? ലൈഫ് സ്പാൻ ഡെവലപ്മെന്റൽ സൈക്കോളജി പഠിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അവർ നോക്കിക്കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ഇൻ ഡെവലപ്മെന്റ് അക്രോസ് ഇൻഡിവിജ്വൽസ് ഫ്രം എ വെറൈറ്റി ഓഫ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്. ഓക്കെ, നമുക്കറിയാം ഒരു ഇൻഡിവിജ്വലിന്റെ പോലെ തന്നെ ആവില്ല മറ്റൊരു ഇൻഡിവിജ്വൽ, എല്ലാ ആസ്പെക്റ്റിലും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസസ് നോക്കുന്നുണ്ട്. ഡിഫറൻസസ് നോക്കുന്നത് പല പെർസ്പെക്റ്റീവ്സിലൂടെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ യൂണിറ്റ് ബ്ലോക്ക് 1-ലുള്ള യൂണിറ്റ്സ് ഡിസ്കസ് ചെയ്തപ്പം അതിൽ ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഹ്യൂമൻ ഡെവലപ്മെന്റലായിട്ട് വരുന്നുണ്ട്, കൊഗ്നിറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ സ്കൂൾസ് ഓഫ് സൈക്കോളജി ആണ്. അപ്പൊ ഈ ഓരോ പെർസ്പെക്റ്റീവിനും എങ്ങനെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ നോക്കി കാണുന്നത്? ഇപ്പൊ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർസ്പെക്റ്റീവ് നമുക്കുണ്ട്, കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്കുണ്ട്. നമ്മൾ ഇനി പഠിക്കും അതൊക്കെ എന്താണെന്നുള്ളത് പഠിക്കും. അപ്പൊ ഓരോന്നിലും ഒരു കുട്ടിന്റെ ഇൻഫാൻസി മുതൽ ആ കുട്ടി അഡൾട്ട്ഹുഡിൽ എത്തുന്നവരെ അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഓരോ പെർസ്പെക്റ്റീവും ഓരോ തരത്തിലാണ് അതിനെ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു യൂണിറ്റ് നമുക്ക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഏതൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ഹ്യൂമൻ ബീങ് കടന്നു പോകുന്നത്? ബർത്ത്, ജനനം മുതൽ ഇൻഫാൻസി, അഡോളസൻസ്, അഡൽട്ട്ഹുഡ്, ഓൾഡ് ഏജ്, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഉൾക്കൊള്ളുന്ന കൺസെപ്റ്റ്സ് പറയുന്നുണ്ട്. ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും റിസർച്ച് മെത്തേഡ്സും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഇൻട്രൊഡക്ടറി ഏരിയ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതിയാകും. ലെക്ചർ നോട്ട് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ പോയിന്റ്സ് പറയുന്ന സമയത്ത് ഞാൻ പറയാം. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഇനി നമുക്ക് ഡെവലപ്മെന്റിന്റെയും ഗ്രോത്തിന്റെയും കുറച്ച് കൺസെപ്റ്റ്സ് നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരുന്നാൽ മതി. ഡെവലപ്മെന്റ് ഡിസ്ക്രൈബ്സ് ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻസ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ ഫ്രം കൺസെപ്ഷൻ ടു ഡെത്ത്. അപ്പൊ നമുക്കറിയാം ഒരു ഡെവലപ്മെന്റ്, അത് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാളുടെ ത്രൂ ഔട്ട് ലൈഫ് സ്പാൻ, ആള് എന്ന് മുതൽ കൺസെപ്റ്റ് ചെയ്തോ, അതായത് കൺസീവ് ആയി അതിന്റെ ശേഷം മുതൽ എന്താണ് ഡെത്ത് വരെയുള്ള ഒരു ഗ്രോത്ത് ആണ് ഡെവലപ്മെന്റിൽ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇറ്റ് ലുക്സ് ആഫ്റ്റർ ദ പാറ്റേൺസ് ഓഫ് ചേഞ്ച് ഓവർ ടൈം. അതായത് ഓരോ സമയം ഓരോ സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കടന്നു പോകുമ്പോൾ അവരുടെ ആ ഒരു ടൈം മൂലം ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പൊ ആ ചേഞ്ചസ് എങ്ങനെയൊക്കെ വരാം? ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആയിട്ട് വരാം അല്ലെ? ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് ആർക്ക് വേണമെങ്കിലും അത് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ്. ഒരു കുട്ടി വലുതായി വരുമ്പോൾ അവരുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് കൂടാതെ നമുക്ക് അവരുടെ എന്തുകൂടെ ആക്കേണ്ടതുണ്ട്? കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്ട് എന്താണ്? അതായത് ആ കുട്ടിയുടെ ആ ഒരു വളർച്ചയ്ക്കൊപ്പം, പുറമേ കാണുന്ന വളർച്ചയ്ക്ക് ഒപ്പം അവരുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് അല്ലെ? ഇമോഷണൽ ആയിട്ടുള്ള ചേഞ്ചസ് അവർക്ക് വരേണ്ടതുണ്ട്. ഓക്കെ, കുഞ്ഞു കുട്ടികൾ, ഒരു 2 വയസ്സായ കുട്ടി കുറുമ്പ് കാണിക്കുന്നത് പോലെ ഒരു 10, 11, 12 വയസ്സായ കുട്ടി കുറുമ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇമോഷണൽ ഡെവലപ്മെന്റിന്റെ എവിടെയോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവിടെ നടക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്ട്സ്, സോഷ്യലി നമ്മൾ എങ്ങനെ മിങ്കിൾ ആവുന്നുണ്ട്, സൊസൈറ്റിയിൽ നമുക്കൊരു ഐഡന്റിറ്റി ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ അതും ഓരോ പെർട്ടിക്കുലർ സ്റ്റേജസിൽ തന്നെ ഫോം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ഇതിൽ പഠിക്കുന്നത്. നമുക്ക് ഇതൊക്കെ നന്നായിട്ട് ഇൻഡെപ്ത് നമുക്ക് പഠിക്കേണ്ട ആസ്പെക്ട്സ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഇനിയുള്ള ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
ഇപ്പൊ നമുക്കറിയാം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പറയാം അല്ലെ, പ്രോഗ്രഷൻ ടുവേർഡ്സ് മെച്യൂരിറ്റി, മെച്യൂരിറ്റിയിലേക്കുള്ള ഒരു പ്രോഗ്രഷൻ ആണ് ഡെവലപ്മെന്റ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. അത് ഓരോരുത്തർ ചെന്ന്, അതായത് ഒരു കുട്ടി ജനനം കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ ഒരു കുട്ടി പ്യൂബേർട്ടി എത്തി, അല്ലെങ്കിൽ അഡോളസൻസ് എത്തി, ടീനേജ് എത്തി, അവിടെ അവരുടെ ഒരു ലവ് ഓഫ് ലൈഫിനെ അവർ കണ്ടുമുട്ടി, കഴിഞ്ഞു, അവിടെ കഴിഞ്ഞോ? ഇല്ല. വീണ്ടും അവർക്ക് എന്തുണ്ട്? ജീവിതമുണ്ട്, വീണ്ടും ഡെവലപ്മെന്റ് അവരുടെ മുന്നിലുണ്ട് അല്ലെ. അപ്പൊ അത് എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അത് സെഗ്മെന്റുകളായിട്ടാണ് നടക്കുന്നത് അല്ലെ. സെഗ്മെന്റ്സ് ആയിട്ടാണ് വരുന്നത്. ഒരു ന്യൂ ബോൺസിന്റെ വാക്ക് അവിടെ ഹെൽഡ് ചെയ്ത് വെച്ചതിന്റെ ശേഷം അവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അതായത് ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ആ ആൾക്ക്, ആ ഒരു കുട്ടിക്ക് 8 to 10 months ഓഫ് ഏജ്, ചിലവരുടെ കേസിൽ ഒരു 10 മാസം അല്ലെങ്കിൽ 8 മാസം ആകുമ്പോഴാണ് ആ ഒരു എബിലിറ്റി പിന്നെ അവർക്ക് വരുന്നത്. അത് അവിടെ ഹെൽഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഓരോ പർട്ടിക്കുലർ ഏരിയാസിലും ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഇമോഷണൽ ആയിട്ടൊക്കെ വരുന്ന ഡെവലപ്മെന്റ്സ് എന്തുണ്ട്? ഓരോ സ്റ്റേജസിൽ പെർട്ടിക്കുലർലി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു ഗ്രോത്ത് കർവ് എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. ഗ്രോത്ത് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കർവ് ആണ്. അതായത് ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണോ, വെയിറ്റും ഹൈറ്റും ഫോം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം ഇവിടെ ചെറിയ സിബ്ലിങ്സ് ഉള്ളവർക്ക് ഒരു ഈ ഗ്രോത്ത് കർവ് കാണാനും നല്ല ചാൻസ് ഉണ്ട്. അതായത് അത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കിട്ടുന്ന കാർഡിലും, അതുപോലെ തന്നെ നമ്മളുടെ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്, ബാലവാടി പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ അതുപോലെയുള്ള ഓർഗനൈസേഷൻസ് നമുക്ക് നമുക്ക് കാർഡ് കിട്ടും, വാക്സിനേഷൻ കാർഡ്സ് ഒക്കെ. അപ്പൊ അതിന്റെയൊക്കെ പിറകിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഗ്രോത്ത് കർവ്. അതിൽ നമുക്ക് അറിയാം ഇങ്ങനെ ഒരു കർവ് ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഏജിന്, ഇപ്പോൾ 1 month, 2 month, 3 month, പിന്നെ അതുപോലെ തന്നെ 1 year, പിന്നെ 1.1, അങ്ങനെ നമുക്ക് എന്താണ് ഓരോ പെർട്ടിക്കുലർ മന്ത്സിലും ഇയേഴ്സിലും എത്ര ഹൈറ്റ് വേണം, അതുപോലെ തന്നെ എത്ര വെയിറ്റ് വേണം എന്നുള്ളത് ഉണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ കേർവ് ഉണ്ടാകും. അപ്പൊ എന്നിട്ട് അവര് എന്ത് കാണിക്കും? ഒരു പെർട്ടിക്കുലർ ആ കേർവിന് ഓരോ കളേഴ്സ് കാണിക്കും. എന്നിട്ട് അവർ അതിൽ സൂചിപ്പിക്കും ഇന്ന കളർ, അതായത് യെല്ലോ കളർ ഓക്കെ ആണ്, അതുപോലെ തന്നെ ഗ്രീൻ കളർ പെർഫെക്റ്റ് ആണ്, അതായത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പൊ 3 ഇയേഴ്സ് ഓൾഡിൽ വേണ്ട വെയിറ്റും ഹൈറ്റും ആണ് കുട്ടിക്കുള്ളത്, അതൊരു പെർഫെക്റ്റ് കളറാണ്. റെഡിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേഞ്ചർ ആണ്, അല്ലെങ്കിൽ കുട്ടി ലോ വെയിറ്റ് ആണ്, ലോ ഹൈറ്റ് ആണെന്നുള്ളതൊക്കെ കാണിക്കും. അപ്പൊ ഇങ്ങനെ മെൻഷൻ ചെയ്യുന്ന ഒരു സംഗതിനെയാണ് ഗ്രോത്ത് കർവ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ കർവ് derived from plotting weight and height against chronological age for comparing an individual child's growth pattern with the average age of growth. ഓക്കെ. അപ്പൊ ഒരു ഗ്രോത്ത് പാറ്റേൺ നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടീന്റെ ഗ്രോത്ത് കറക്റ്റ് ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ഡൗൺ ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആകുന്നുണ്ടോ, ഒബീസ് ആവുന്നുണ്ടോ, കുട്ടിക്ക് ആവശ്യമുള്ള ഒരു 4 വയസ്സായ കുട്ടീന്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 വയസ്സായ കുട്ടിക്ക് വേണ്ടിയിലേറെ വെയിറ്റ് കുട്ടി കൂടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ഗ്രോത്ത് കർവ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ. Related to growth and development, there are 4 areas in which a child's growth and development take place. Okay. ഇത് നിങ്ങൾക്ക് ലെക്ചർ എഴുതണം എന്നുണ്ടെങ്കിൽ ലെക്ചർ എഴുതാം. ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ആണ് ഇനി നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളൊരു ഇൻട്രൊഡക്ടറി ആസ്പെക്ട്സ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കറക്റ്റ് നമ്മുടെ പോയിന്റ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ നോട്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ. ഓരോ യൂണിറ്റ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടും കിട്ടുന്നതായിരിക്കും. ലെക്ചർ നോട്ട് എഴുതി ശീലിച്ചവരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്യാവുന്നതുമാണ്. Okay, related to growth and development, there are 4 areas in which a child's growth and development take place. Okay. നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ആസ്പെക്ട് എടുത്ത് നോക്കുമ്പോൾ ഒരു കുട്ടിയുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്ന 4 ഏരിയാസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതാണ്? ഫിസിക്കൽ അല്ലെ, എല്ലാവർക്കും അറിയുന്നതാണ് ഫിസിക്കൽ ഗ്രോത്ത്. ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേന്ന് തന്നെ ഒബ്സർവ് ചെയ്യാവുന്നതാണ് അല്ലെ. ഒരു കുട്ടി ഫിസിക്കലി വളരുന്നുണ്ടോ, ആ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടുന്നുണ്ടോ, പ്രായത്തിനനുസരിച്ച് കൂടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അല്ലെ. അപ്പൊ ഗ്രോത്ത് ഇൻ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണ് ഇവിടെ കാര്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ആ കുട്ടി അങ്ങനെ വലുതായി ആ കുട്ടിയുടെ ഒരു പ്യൂബേർട്ടി എത്തിക്കഴിഞ്ഞാൽ
നമുക്കറിയാം പ്യൂബർട്ടിയിൽ എത്തുമ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിലും പെർട്ടിക്കുലർ ചേഞ്ചസ് അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സിലും അവരുടെ ബോഡി ഷേപ്പിലൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണെങ്കിലും വരുന്നതായിരിക്കും. അപ്പൊ ഇത്തരം ചേഞ്ചസ് അവർക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നതും എന്തിന്റെ ആസ്പെക്റ്റിൽ വരും? ഫിസിക്കൽ ആസ്പെക്ട്സിൽ വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ഇനിയിപ്പോ പ്യൂബർട്ടിയിൽ അവർക്ക് വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ അപ്പിയർ ചെയ്തു, അവിടെ സ്റ്റോപ്പ് ആയോ? ഇല്ല. അഡൾട്ട്ഹുഡിലേക്ക് എത്തുന്നത് വരെ അവരുടെ ബോഡിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആ ഓരോ സ്റ്റേജസിലും അവർക്ക് വേണ്ട കഴിവുകൾ, ക്രോളിംഗ്, വാക്കിംഗ്, റണ്ണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്കറിയാം, വളരെ ചെറിയ സമയത്തൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ അവർക്ക് ഈ പെന്ന് പിടിക്കാന് അങ്ങനെയുള്ള സ്കിൽസിന് നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയും. ചെറിയ ചെറിയ സാധനങ്ങൾ എടുക്കാനുള്ള സ്കില്ല്, ചെറിയ കുട്ടികളുടെ കാര്യം പറയുന്നത്. ഇതിന് നമ്മൾ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയും. വലിയ ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയുന്നതിന് നമ്മൾ ഗ്രോസ് മോട്ടോർ സ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇങ്ങനെ ഫൈൻ മോട്ടോർ സ്കിൽ അപ്പിയർ ചെയ്യേണ്ട ഒരു പ്രായമുണ്ട്, അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോർ സ്കിൽ അപ്പിയർ ചെയ്യേണ്ട ഒരു പ്രായമുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ സമയത്ത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഫിസിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ സ്റ്റേജസ് കഴിയുമ്പോഴും their motor coordination gradually becomes well refined. അവരുടെ മോട്ടോർ കോർഡിനേഷൻ വെൽ റിഫൈൻഡ് ആയി വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സൈക്കോളജിക്കൽ ആൻഡ് കൊഗ്നിറ്റീവ് ആണ് നെക്സ്റ്റ് വരുന്നത്. Children also develop psychologically and cognitively as their brains absorb more information and they learn how to use this information. അപ്പം കുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സൈക്കോളജിക്കലായിട്ടും കോഗ്നിറ്റീവായിട്ടും അവർക്ക് ഒരു 3 years അല്ലെങ്കിൽ 4 years വരെ ഫാസ്റ്റ് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്, അല്ലേ? പെട്ടെന്ന് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആ ഒരു 4 വർഷം കൊണ്ട് അവർക്ക് വളരെ അധികം, അതായത് ബ്രെയിനിന്റെ ഒരു പെർട്ടിക്കുലർ ഒരു വലിയ ശതമാനം തന്നെ അവരുടെ എന്താണ് കുറെ കാര്യങ്ങൾ ഡെവലപ്പ് ആവുന്നുണ്ട്. നമുക്കറിയാം, ഒരുപാട് സ്റ്റഡീസ് ഒക്കെ വന്നിട്ടുണ്ട്. അത്ര സ്പീഡിൽ പിന്നീട് ഒരാളുടെ ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാനിൽ അത്ര സ്പീഡിൽ ഒരാളുടെ ഹ്യൂമൻ ബ്രെയിൻ ഡെവലപ്പ് ആകുന്നില്ല. അത്ര ഒരു സ്പീഡാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈക്കോളജിക്കലും അതുപോലെ തന്നെ കോഗ്നേറ്റീവ് ആയിട്ടും ചിൽഡ്രൻ എന്തുണ്ട്, ഒരുപാട് ഡെവലപ്മെന്റ്സ്, ഇൻഫോർമേഷൻസ് അവര് അബ്സോർബ് ചെയ്യുകയും അതുവഴി അവരുടെ ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് പഠിച്ചെടുക്കാം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ കോഗ്നേറ്റീവ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ഓരോ ഒബ്ജക്ട്സിനെ അവർ ടച്ച് ചെയ്തിട്ട് ഒബ്ജക്റ്റ് സോഫ്റ്റ് ആണ്, ഹാർഡ് ആണ് എന്നുള്ളതൊക്കെ അവർ മനസ്സിലാക്കുന്നു. അതായത് എൻവയോൺമെന്റ് ആയിട്ട് മിങ്കിൾ ചെയ്തിട്ട് അവർ ഓരോന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അവർ ആ ഒബ്ജക്റ്റ് കണ്ടാൽ മതി, ആ ഒബ്ജക്റ്റിനെ തൊട്ട് കഴിഞ്ഞാൽ അത് വേദനിക്കുന്നതാണോ, കയ്യിൽ മുറിവ് വരുന്നതാണോ എന്നുള്ളതൊക്കെ പിന്നീട് അവർ എക്സ്പീരിയൻസിലൂടെയാണ്, തൊട്ടറിഞ്ഞുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവർ നമ്മുടെ ലാംഗ്വേജസ് പഠിച്ചെടുക്കുന്നു. അതെങ്ങനെയാണ്, അവർ ഇതിങ്ങനെ കേട്ടാണ് അവർ പഠിച്ചെടുക്കുന്നത്. അപ്പൊ കൂടുതൽ ഇൻഫോർമേഷൻസ് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ സംസാരിക്കാനും ഓരോ മെന്റൽ ടാസ്ക് ചെയ്യാനൊക്കെ എന്താണ് ഓരോ കാര്യങ്ങൾ റിമെമ്പർ ചെയ്യാനൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പായി വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ. സോഷ്യലി ആൻഡ് ഇമോഷണലി, ഇനിയിപ്പോ നമുക്ക് ഫിസിക്കലായിട്ടും കുട്ടി വലുതായി, നമ്മുടെ സൈക്കോളജിക്കലായിട്ടും കോഗ്നേറ്റീവ് ആയിട്ടും ഒക്കെ കുട്ടിക്ക് ഡെവലപ്മെന്റ്സ് വന്നു. അതായത് നല്ല പഠിക്കാനുള്ള കഴിവുള്ള, നല്ല വളർച്ചയൊക്കെ ഉള്ള നല്ലൊരു കുട്ടി. ഓക്കെ, കുട്ടി റെഡിയായി. പക്ഷെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ട് ഇമ്പോർട്ടന്റ് അല്ലേ? ഒരു കുട്ടിയുടെ ലൈഫിൽ സോഷ്യൽ ആയിട്ടുള്ള വളർച്ച വരണം, ഇമോഷണൽ ആയിട്ടുള്ള വളർച്ച വരണം. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് പിന്നീട് സൊസൈറ്റിക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സൊസൈറ്റിനെ ഫേസ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടായി എന്ന് വെച്ചിട്ട് കാര്യം വരുന്നില്ല. ആ കുട്ടിയുടെ മൊത്തത്തിലുള്ള ഇന്റലിജൻസിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. ഇമോഷണലി ഇന്റലിജന്റ് ആവണം. നമുക്കറിയാം, നമ്മൾ ഈ ഒരു സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എന്താണ്, ഇമോഷണൽ ഇന്റലിജൻസ് കുട്ടികൾക്ക് കുറവായത് കൊണ്ടാണ് കുട്ടികളുടെ
കുട്ടികളുടെ ഇടയിൽ എന്താണ് വളരെയധികം അഗ്രഷനും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കിംഗ് ഒക്കെ വരുന്നത്. അപ്പൊ ഇമോഷണലി അവർക്കൊരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരാൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കുട്ടികൾക്ക് അറിയുന്നില്ല. അത് അവരുടെ ഓരോ സ്റ്റേജസിൽ എന്താണ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡെവലപ്മെന്റ്സ് കിട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദ ലേൺ ഹൗ ടു ഇന്ററാക്ട്, പ്ലേ, വർക്ക് ആൻഡ് ലിവ് വിത്ത് അതർ പീപ്പിൾ സച്ച് ആസ് ഫാമിലി, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കന്റ് അതേഴ്സ്. അപ്പൊ അവരവരുടെ ജീവിതത്തിൽ ചെറുപ്പം മുതൽ കാണുന്ന ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിന്റെ കൂടെയും ടീച്ചേഴ്സിന്റെ കൂടെയൊക്കെ അവര് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യാനും പ്ലേ ചെയ്യാനും വർക്ക് ചെയ്യാനും അവരുടെ കൂടെ ജീവിക്കാനും ഒക്കെ പഠിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് വരേണ്ടതുണ്ട് അല്ലെ. അവരുടെ ഫീലിങ്സ് മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ഇല്ല, മറ്റുള്ളവരുടെ ഫീലിങ്സും അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് എന്ത്, ഇമോഷണൽ ഇന്റലിജൻസ്. അവർക്ക് സ്ട്രോങ് ഇമോഷൻസ് വന്നാൽ അതെങ്ങനെ ഡീൽ ചെയ്യണം, ഒരു സെൻസ് ഓഫ് സെൽഫ് എസ്റ്റീം എങ്ങനെ വളർത്തിയെടുക്കണം, ഒരാളുടെ ഐഡന്റിറ്റി എങ്ങനെ ഫോം ചെയ്തെടുക്കണം, ഇതൊക്കെ എന്തുണ്ട് ഒരു കുട്ടിയിൽ നടക്കേണ്ടതുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ്, സൊസൈറ്റി എന്താണ് അംഗീകരിക്കുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെ അവർ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി ഐഡന്റിറ്റി ഫോർമേഷൻ ഒരു 6 വയസ്സായ കുട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഫോം ചെയ്യോ? ഇല്ല. ഫോം ചെയ്യേണ്ടതുണ്ടോ? ഇല്ല. ഏത് പ്രായത്തിൽ അത് ഫോം ചെയ്യണം? ആ കുട്ടി ഒരു അഡോളസൻസ് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടി ഒരു സ്കൂളിംഗ് കഴിയാനാകുന്ന സമയത്തൊക്കെ ആ കുട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഫോം ചെയ്ത് വരേണ്ടതുണ്ട്. അപ്പൊ ഫോം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി ക്രൈസിസ് പോലുള്ള സംഗതികളിലേക്ക് ആ കുട്ടി പോകുന്നു എന്നുള്ളതാണ്. അതൊക്കെയാണ് നമുക്ക് ഇനി ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർത്ത് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് സെക്ഷുവാലിറ്റി ആൻഡ് ജെൻഡർ ഐഡന്റിറ്റി. അപ്പം ചിൽഡ്രൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സെക്ഷുവലി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എനിക്കില്ലാത്തൊരു ഗേൾ ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ എനിക്കില്ലാത്ത എന്താണ് ഈ ബോയ് ചൈൽഡിൽ ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത് എന്നുള്ളത് അവരൊരു പോയിന്റ് ഓഫ് ടൈം എത്തുമ്പോൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഹൗ ദെയർ ബോഡീസ് വർക്ക് ഓർ ലുക്സ്, അതായത് അവരുടെ രണ്ടുപേരുടെയും ബോഡീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നുള്ളത് ഗേൾസും ബോയ്സും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പിന്നീട് അഡോളസൻസിലേക്ക് എത്തുമ്പോൾ ഈ അവരുടെ ഓർഗൻസിലുള്ള ഡിഫറൻസ് കൊണ്ട് തന്നെ ആ ഓർഗൻസ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അവർ പിന്നീട് മനസ്സിലാക്കി വരുന്നു. അതിനെ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവർ പഠിക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ എങ്ങനെ അവരുടെ സെക്ഷൽ ഡിസയേഴ്സിനെ പ്രോപ്പർ ചാനലിലൂടെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എങ്ങനെയാണ്, പ്രോപ്പർ ആയിട്ടുള്ള വേയിലൂടെ ആ ഒരു പ്ലഷർ സീക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അവർ പിന്നീട് പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ സെക്ഷുവാലിറ്റിയും ജെൻഡർ ഐഡന്റിറ്റി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്ക് സോഷ്യലായിട്ടും ഇമോഷണലായിട്ടും വളർച്ച കിട്ടി, ഫിസിക്കൽ ആയിട്ടുള്ള വളർച്ച കിട്ടി, കോഗ്നിറ്റീവ് ആയിട്ടുള്ള വളർച്ച കിട്ടി. അതിന്റെ ഒക്കെ കൂടെ തന്നെ നമ്മൾ ആരാണ് എന്നുള്ള ഒരു ജെൻഡർ ഐഡന്റിറ്റിയും അവിടെ എന്തുണ്ട്, വളർത്തിയെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസിലേക്ക് അത് ലീഡ് ചെയ്യിപ്പിക്കും. അതായത് ഒരു ബോയ് ചൈൽഡിന്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ ബോയ് ചൈൽഡിന്റെ അപ്പിയറൻസ് അവിടെ ഉണ്ടാവും. മെന്റലി അവരെന്തായിരിക്കും, ഗേൾ ചൈൽഡിന്റെ ബിഹേവിയറും അതുപോലെ തന്നെ ഗേൾ ചൈൽഡിന്റെ ലൈക്സ് ഒക്കെ ആയിരിക്കും അവർ കാണിക്കുന്നുണ്ടാവുക. ഇതൊക്കെ എന്താണ്, ഒരു പ്രായത്തിൽ അവർക്ക് വരുന്ന ക്രൈസിസ് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിനെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോ അനാലിസിസിൽ പറയുന്നുണ്ട്, അവരുടെ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്റ്റേജസ് ഒക്കെ പറയുന്നുണ്ട്. ആ സ്റ്റേജസിൽ ഫാലിക് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവരെ വ്യത്യസ്തരാക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, ഒരു സ്കൂളിങ്ങിലേക്കൊക്കെ പോകുന്നതിന്റെ മുന്നേ തന്നെ അവർ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു പഠനത്തിലൂടെ അവരുടെ പെർസ്പെക്റ്റീവിലൂടെ അവർ പറയുന്നത്. ഓക്കെ, അതൊന്നും ഇപ്പൊ നമുക്ക് നോക്കേണ്ടതില്ല. ഇപ്പൊ നമ്മളുടെ ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററിൽ ഇത്ര മാത്രം ഏരിയാസിലൂടെയാണ് ആ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി ഈ ചാപ്റ്ററിൽ അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് മനസ്സിലാക്കേണ്ടതുണ്ട്. ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്സ് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് 2 ടോപ്പിക്സ് കൂടെ നോക്കാനുണ്ട്. അപ്പം നമുക്കത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നോക്കാം. സോ ഫോർ ദ ടൈം ബീങ്, താങ്ക് യു.